പ്രാർത്ഥന ലീഡ് ചെയ്ത വാട്സ്ആപ്പ് ഇന്ന് പ്രാർത്ഥനയോടെ കൂടി വന്ന ദൈവ കുഞ്ഞുങ്ങൾ, സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഒറ്റ വാക്കിൽ ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക് വളരെ സ്നേഹത്തോടെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം അരുളി. കർത്താവിന്റെ ആത്മാവ് ഇന്ന് പകൽ ധ്യാനിക്കുവാൻ അനുവദിച്ചു നൽകിയ ചിന്തകളിലേക്ക് വേഗത്തിൽ കടപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ ഒരാഴമേറിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അത് അനുഭവിച്ചവർക്കായി സ്തോത്രം ചെയ്യും. വലിയൊരു ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ പരിശുദ്ധ കർത്താവ് അയച്ചിട്ടുണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്, എന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ മഹാസാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. നമ്മൾ ഏകരല്ല, നമ്മൾ തനിച്ചല്ല, നമ്മളോടൊപ്പം ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ പഠിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിന് കീഴടങ്ങി ജീവിക്കുക. മോളിങ്ങോട്ട് നോക്കി, എന്താണ്? ദൈവത്തിന് കീഴടങ്ങി, അല്ലെങ്കിൽ ദൈവത്തെ കീഴ്പ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു. ഇച്ചിരി പ്രയാസമുള്ള കാര്യം. ഞാൻ ആർക്കും കീഴ്പ്പെടത്തില്ല എന്ന് പറയുന്ന പുള്ളിയൊക്കെ ഉണ്ട്. ഭയങ്കര പാടാണ്. സ്വതന്ത്രം ഒരു ക്രിസ്തീയ ജീവിതത്തെ അതിന്റെ ഏറ്റവും ഭംഗിയായ നിലയിൽ ജീവിച്ചു തീർക്കണം എങ്കിൽ നമ്മൾ ദൈവത്തിന് കീഴ്പ്പെട്ടു പോകണം. നമ്മളെ കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നോ, എന്തിച്ഛിക്കുന്നോ, എന്താണോ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ താല്പര്യം, അതിനനുസരിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുൻപാകെ വിധേയപ്പെട്ട് ജീവിക്കും. അപ്പോൾ ഇന്ന് പകൽ വ്യക്തമായി തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, ദൈവത്തിന് കീഴടങ്ങി ജീവിക്കാൻ നമ്മളെ തന്നെ ഒന്നൊരുക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടോ. നമ്മൾ അധികാര വൃന്ദങ്ങൾക്ക് കീഴടങ്ങുന്നവരാണ്, അല്ലേ? കീഴടങ്ങുന്നില്ലേ? ഉണ്ട്. ഒരു നിയമം വന്നാൽ ആ നിയമത്തിന് നമ്മൾ കീഴടങ്ങി ജീവിക്കുന്നവരാണ്. ശരിയല്ലേ? അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണമേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനെല്ലാം കീഴടങ്ങി ജീവിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ മുൻപിൽ കീഴടങ്ങി ജീവിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇന്ന് പകൽ തിരിച്ചറിയണം, ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവൻ അവൻ ദൈവത്തിന്റെ കർത്തൃത്വത്തിന്റെ അകത്തായിരിക്കും. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു? ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവൻ ദൈവിക കർത്തൃത്വത്തിന്റെ അകത്തായിരിക്കും. അവന്റെ മേൽ കർത്തൃത്വം നടത്തുന്നത് സ്വർഗത്തിലെ ദൈവമായിരിക്കും. കാരണം ആ വ്യക്തി കീഴ്പ്പെടുന്നത് ദൈവത്തിന്റെ മുൻപിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ
ദൈവത്തിന് കീഴടങ്ങി മുൻപോട്ട് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കട്ടെ. അതിനോടനുബന്ധിച്ചൊരു 4-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ, ആ വാക്യങ്ങളുടെ ആദ്യ ഭാഗം മാത്രം നമുക്കൊന്ന് ധ്യാനിക്കാം. യാക്കോബ് 4:7 ആരംഭവും 8 ആരംഭവും മതി. 1, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. 8 പ്രാരംഭവാക്യം. 2-ാമത്തെ കാര്യം, ദൈവത്തോട് അടുത്ത് ചെല്ലുകയും. സ്തോത്രം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന 2 പ്രധാനപ്പെട്ട ഭാഗമാണ്. 1, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം. 2, നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലണം. ചേർന്നൊരാമൻ പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ കേട്ടിട്ട് സന്തോഷമുണ്ടെന്ന് ഉള്ള സന്തോഷം പോയത്ര വരും. 1, ദൈവത്തോട് അടുത്ത് ചെല്ലണം. 2, ദൈവത്തിന് കീഴടങ്ങണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ ദൈവം എന്നോട് ഇടപെട്ട ഒരു പ്രാരംഭ ദൈവശബ്ദം നിങ്ങളെ ഓർമ്മിപ്പിക്കുക. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങേണ്ടതുപോലെ കീഴടങ്ങിയാൽ നിങ്ങളെ കീഴടക്കാൻ നോക്കുന്നതിനെ നിങ്ങൾ ചെയ്യും. എത്ര പേർക്ക് പറഞ്ഞ് മനസ്സിലായി? എത്ര പേർക്ക് ആ ദൈവശബ്ദത്തിന്റെ ആഴം പിടികിട്ടി? എത്ര പേർക്ക് അതിന്റെ ആഴം തിരിച്ചറിയാൻ കഴിഞ്ഞു? സ്തോത്രം, സ്തോത്രം. നമ്മുടെ മേൽ കർത്തൃത്വം നടത്താൻ ശക്തന്മാരാകുന്ന എതിർപക്ഷം തല ഉയർത്തിപ്പിടിച്ച് നമ്മൾക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ നീ ഒരു കാര്യം ചെയ്താൽ മതി. നീ അതിന്റെ മുമ്പിൽ പതറാതെ, നീ അതിന്റെ മുമ്പിൽ ധൈര്യം കെടുത്തി കളയാതെ, നീ നിൽക്കുന്ന സാഹചര്യത്തിന്റെ മുൻപിൽ തിരിഞ്ഞോടാതെ നീ ദൈവത്തിന് കീഴടങ്ങിയാൽ നിന്നെ കീഴ്പ്പെടുത്താൻ നോക്കുന്ന കർത്തൃത്വങ്ങൾ നിന്റെ മുമ്പിൽ കീഴടങ്ങും. വിശ്വസിക്കുന്ന സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെട്ട ഒരു ദൂതാണ്. നമ്മൾ ദൈവത്തിന് കീഴടങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പലതും നമുക്ക് കീഴടങ്ങും. സ്തോത്രം. നമ്മൾ ദൈവത്തിന് കീഴടങ്ങുന്നതിനനുസരിച്ച് നമ്മളെ കീഴ്പ്പെടുത്താൻ നോക്കുന്ന പലതും കീഴടങ്ങും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ ദൂതിന്റെ മുമ്പിൽ തീരുമാനമെടുക്കാൻ ആരും മനസ്സു കാണിക്കുന്നോ അവർ ഈ ആരാധന കഴിഞ്ഞു മടങ്ങുമ്പോൾ നിന്റെ മുമ്പിൽ ചില മേഖല കീഴടങ്ങും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ കീഴടങ്ങാത്ത, നിന്റെ മുമ്പിൽ ഇന്നും കീഴടങ്ങാത്ത ഏതെങ്കിലും മേഖല നിന്നെ അലക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖല നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖല നിന്നെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ദൈവത്തിന് കീഴടങ്ങ തയ്യാറാണെന്ന് നിന്റെ മകൾ തീരുമാനമെടുത്താൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചിലത് കീഴടങ്ങുന്നവൻ യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. നമുക്ക് കീഴ്പ്പെടുത്താൻ ഭയങ്കര ഇഷ്ടം അല്ലേ? മനുഷ്യന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവങ്ങളിൽ ഒന്നാണ് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്തുക. കീഴ്പ്പെടുത്താൻ ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യൻ. എന്നാൽ കീഴ്പ്പെടാൻ പലപ്പോഴും നമുക്ക് ഇഷ്ടമല്ല. ശരിയല്ലേ?
ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം. അത് ഇന്നത്തെ ജീവിത ശൈലി കൊണ്ട് മാറ്റി എഴുതി ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടുത്തണം. ഇന്നത്തെ സാഹചര്യം വെച്ച് ആ രീതിയിൽ എന്ത് ചെയ്യുന്നത് കാര്യങ്ങള് പോയിക്കൊണ്ടിരിക്കും. പൗലോസ് ആത്മാവിൽ എഴുതി എന്താ? ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം. സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചു. പറഞ്ഞതേ ഉള്ളൂ. നാളെ മുതൽ അച്ഛനെ കയറി യജമാനൻ സ്വത്രം. ഞാൻ പറഞ്ഞു വന്നത് സ്വത്രം. നമുക്ക് പലപ്പോഴും കീഴ്പ്പെടുത്താൻ ഉത്സാഹമുള്ളവരാണ്, പക്ഷെ പലപ്പോഴും നമുക്ക് കീഴ്പ്പെടാൻ കഴിയും. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി അറിയിക്കുന്ന ഒരു കാര്യം, നമ്മൾ ദൈവത്തിന് കീഴടങ്ങണം. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ എന്നെ തന്നെ ക്രിസ്തുവിനോട് കൂടെ ചേർത്ത് ക്രൂശിച്ചിരിക്കുന്നു. ക്രൂശിച്ചവര് സ്വത്രം പറഞ്ഞു, ക്രൂശിച്ചവര് മാത്രം സ്വത്രം ഇല്ല ബാസ്, കുറച്ച് ഭാഗങ്ങൾ കൂടി ക്രൂശിക്കപ്പെടാനുണ്ട് എന്നുള്ളവർ സ്വത്രം പറഞ്ഞു. ഹല്ലേലൂയ. പൗലോസ് പറയും ഞാൻ എന്നെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാ? കർത്താവിനോട് കൂടെ ക്രൂശിച്ചവനെ ദൈവത്തിന്റെ മുമ്പിൽ കീഴടങ്ങാൻ പറ്റും. സ്വത്രം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ആഴമേറിയ ദൂതിലേക്ക് നമ്മൾ വരുന്നത്. ഈ ശുശ്രൂഷ കഴിയുമ്പോൾ കർത്താവ് ചിലത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യാക്കോബിന്റെ ലേഖനം, യൂദായുടെ ലേഖനം പൊതുലേഖനങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പൊതുലേഖനം. യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ അതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട യാക്കോബ് പരാമർശിക്കുന്ന ഒരു കാര്യം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ. ക്രിസ്തീയ ജീവിതം ഒരഭിനയമല്ല. സ്തോത്രം. 4 പേരെ കാണിക്കാനുള്ള ഒരഭിനയമല്ല ക്രിസ്തീയ ജീവിതം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മീഡിയയിൽ കാണിക്കാനുള്ള ഒന്നല്ല ക്രിസ്തീയ ജീവിതം. സ്തോത്രം. മറ്റുള്ളവരുടെ പ്രീതി മേടിക്കാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. യാക്കോബ് തന്റെ ലേഖനത്തിൽ ആധികാരികമായി ചൂണ്ടിക്കാണിക്കുന്ന മർമ്മപ്രധാനമായ ദൂത് ക്രിസ്തീയ ജീവിതം പ്രായോഗികമാകണം. സ്തോത്രം. അതിനതിൻ്റെതാകുന്ന വില കൊടുത്ത് വേണം ജീവിക്കാൻ. ചേർന്ന് രാമൻ പറഞ്ഞു. അപ്പോസ്തലന്മാരുടെ ഇടയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന മനുഷ്യനായിരുന്നു യാക്കോബ്. യാക്കോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, യാക്കോബ് ഏറ്റവും പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ വെളിപ്പെടുത്തുമ്പോൾ തന്നെ ഹല്ലേലൂയ, യാക്കോബ് തന്റെ എഴുത്തിൽ യാക്കോബ് എഴുതിയിട്ടുണ്ട്, അനാചാരങ്ങളെ പുറത്താക്കിയിട്ട് ക്രിസ്തീയ പെരുമാറ്റത്തിനെ നിങ്ങൾ പഠിക്കണം. ചേർന്നാമേൻ എത്ര പേര് പറഞ്ഞു? അനാചാരങ്ങളെ നിങ്ങൾ നീക്കം ചെയ്യണം. അനാചാരങ്ങളെ നീക്കം ചെയ്തിട്ട് നിങ്ങൾ ക്രിസ്തീയ പെരുമാറ്റങ്ങളെ പഠിക്കണം. മിണ്ടുന്നില്ല. മിസ്രൈം വിട്ടെങ്കിലുവേ ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേൽ ജനത്തിന് അത് കേറി. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? സ്തോത്രം. ഞങ്ങൾ അവിടെ ആയിരുന്നെങ്കിൽ,
കേട്ടിട്ടില്ല ഇടയ്ക്ക്? ഞങ്ങള് അവിടെ കിടന്നപ്പോ എന്താ പറഞ്ഞു? ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയിരുന്നു. അവിടുന്ന് ഇറങ്ങിയപ്പോ എന്താ പറയുന്നത്? ഞങ്ങൾ അവിടെ ആയിരുന്നു. അങ്ങനെയുള്ള കുറെ വിശ്വാസികൾ. അപ്പൊ യാക്കോബ് പറയാം, നിങ്ങളുടെ അനാചാരങ്ങളെ നിങ്ങൾ മാറ്റണം നിങ്ങളുടെ ഇടയിൽ നിന്ന്. സ്തോത്രം, സ്തോത്രം. എന്തെല്ലാം അനാചാരങ്ങളാണ് നടക്കുന്നത്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് പോകണം. പക്ഷെ അത് അനാചാരമാണെന്ന് ഞങ്ങൾക്ക് അറിയാം. പിന്നെ അങ്ങ് പോവുക, അങ്ങ് പോവുക. സ്തോത്രം. ഉണ്ടെന്നില്ലല്ലോ, ഉണ്ടെന്നില്ലല്ലോ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു കുഞ്ഞ് ജനിച്ച് 28 ദിവസം കഴിയുമ്പോൾ ഒരു അനാചാരമുണ്ട്. മിണ്ടുന്നില്ലല്ലോ. ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 28 ദിവസം കഴിയുമ്പോൾ ഒരു അനാചാരം പൊക്കിക്കൊണ്ടുവരും. ചിലര് ചോദിക്കുന്നു, ആ ചെയ്താൽ എന്നാ പ്രശ്നമില്ല, ചെയ്ത എന്നാ പ്രശ്നമല്ല, പ്രശ്നമൊന്നുമില്ല. ഏലിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു തോണിയിലെ നിൽക്കാൻ മതി. ഈ 2 തോണി കാല് വെക്കുന്നു, ഏത് സമയത്തും ആക്സിഡന്റ് ഉണ്ടാവും. ഇത് ഒരുമിച്ച് പോകുന്ന സമയം വരെ നിന്റെ യാത്ര സേഫ് ആകത്തുള്ളൂ. ഒരിക്കലും ഇത് ഒരുമിച്ച് പോകത്തില്ല. ഇത് പിരിയുന്നൊരു സമയം. ലോകവും ദൈവത്തിന്റെ വചനവും ചേർന്ന് പോകത്തില്ല. ജഡവും ദൈവത്തിന്റെ വചനവും ചേർന്ന് പോകത്തില്ല. സ്തോത്രം. ഒരു ദൈവദാസം പ്രസംഗിച്ച ഞാൻ കേട്ടതാണ്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്ന സമയത്ത് ഹല്ലേലൂയ ഈ കാണിക്കുന്ന പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ആ കുഞ്ഞിന്റെ പിൻ ഉണ്ടായിരുന്നോ? ഹല്ലേലൂയ, സ്തോത്രം. വളയുണ്ടായിരുന്നോ? മാലയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ചരടുണ്ടായിരുന്നോ? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തു അല്ലെ ദൈവം പ്രതിഫലം തന്നപ്പോൾ ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോ നിങ്ങളുടെ ഇടയിലുള്ള അനാചാരങ്ങളെ നീക്കം ചെയ്തിട്ട് നിങ്ങൾ ക്രിസ്തീയ പെരുമാറ്റത്തെ പഠിക്കണം. ഞാൻ അതിനെക്കുറിച്ച് അതൊരു സബ്ജക്റ്റാണ്. ഞാൻ എന്തെങ്കിലും അത് പ്രസംഗിക്കണം. അതൊക്കെ പ്രസംഗിച്ചാലേ നമ്മൾ മാനസാന്തരപ്പെടത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബ് ഉപദേശിച്ച അനാചാരങ്ങൾ എന്താണെന്നും യാക്കോബ് പറഞ്ഞ ക്രിസ്തീയ പെരുമാറ്റം എന്താണെന്നും മറ്റൊരു ദിവസം ഞാൻ പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ ദൂതിൽ നിൽക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ ഭാഗം ക്ലോസ് ചെയ്യുന്നു. ക്രിസ്തീയ പെരുമാറ്റം ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ട് അനാചാരങ്ങളെ എടുത്തു കളയുക. പഴയത് കഴിഞ്ഞു പോയി, നീ പുതിയ സൃഷ്ടിയായെന്ന് മറക്കരുത്. ചേർന്നൊരാമേൻ പറഞ്ഞു. ഒന്നാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. കീഴടങ്ങാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വരുതിയിൽ വരിക, ഒരുവന്റെ നിയന്ത്രണത്തിൽ വരിക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നമ്മൾ ഒരാൾക്ക് കീഴടങ്ങിയാൽ നമ്മൾ അദ്ദേഹത്തിന്റെ വരുതി വന്നു. നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മൾ ആർക്ക് കീഴ്പ്പെട്ടോ അദ്ദേഹമാണ്. സ്തോത്രം. പണ്ടൊക്കെ നമുക്കറിയാം, അടിമകളെ വില കൊടുത്ത് വാങ്ങുവായിരുന്നു. വിശുദ്ധ ബൈബിളിൽ ഹല്ലേലൂയ പരാമർശിക്കുന്ന ഒരടിമയുണ്ട്. അത് യോസഫാണ്. ഹല്ലേലൂയ. നമുക്കറിയാം അല്ലേ? വില കൊടുത്ത് യോസഫിനെ വാങ്ങി. അടിമയെ വാങ്ങിയാൽ അടിമ യജമാനന് കീഴടങ്ങും. കീഴടങ്ങി കഴിഞ്ഞാൽ ആ അടിമയുടെ മേൽ നിയന്ത്രിക്കുന്നത്, ആ അടിമയുടെ മേൽ ആധിപത്യമുള്ളത്, കർത്തൃത്വമുള്ളത് ആ യജമാനനാണ്.
എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? എത്ര പേർക്ക് മനസ്സിലാവുന്നു? അപ്പോൾ ഒരുവന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വരുതി വരിക, നിയന്ത്രണത്തിൽ വരിക. ഇന്ന് പകൽക്കാലം ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന്റെ വരുതിയിൽ വരിക. എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടൊരു കാര്യമാണ്, ദൈവത്തിന്റെ വരുതിയിൽ വരാത്തവനെ പിശാച് സ്വാധീനിക്കും. ദൈവത്തിന്റെ വരുതിയിൽ എത്താത്തവനെ പിശാച് സ്വാധീനിക്കും. ദൈവത്തിന്റെ വരുതിയിൽ നിന്ന് നമ്മൾ മാറിയാൽ, ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് നമ്മൾ മാറിയാൽ പിശാചിന്റെ സ്വാധീനം നമ്മുടെ മേൽ വെളിപ്പെടും. ഓ കൃപ! ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ നിയോഗിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വരുതിയിൽ നിന്നും ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ നിന്നും ഹല്ലേലൂയ മാറ്റിക്കളയുന്ന ചില പൈശാചിക സ്വാധീനങ്ങളെ ജയിച്ചിട്ടേ മടങ്ങാവുള്ളൂ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീയും നിന്റെ കുടുംബവും ദൈവത്തിന്റെ വരുതിയിൽ വരണം. നീയും നിന്റെ ഭവനവും ദൈവത്തിന്റെ വരുതിയിലേക്ക് കയറണം. നിങ്ങളെ നിയന്ത്രിക്കുന്നതും ദൈവമാകണം. നിങ്ങളെ നിയന്ത്രിക്കുന്നതും ദൈവമാകണം. പൈശാചിക ശക്തികളെ മാറി നിന്ന് നിയന്ത്രിക്കും. നിന്റെ കുടുംബത്തെ ഞാൻ നിയന്ത്രിക്കും എന്ന് വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ ഇന്നത്തെ ആത്മധൈര്യത്തോടെ ഞാൻ ദൈവത്തിന്റെ നീ ദൈവത്തിന്റെ വരുതിയിൽ വന്നപ്പോൾ ചിലര് ദൈവത്തിന്റെ വരുതിയിൽ വരുമ്പോൾ ചിലര് ദൈവത്തിന്റെ വരുതിയിൽ നിന്ന് പോകാം. സ്വത്രം ഒരുമിച്ച് എല്ലാവർക്കും ദൈവത്തിന്റെ വരുതിയിലേക്ക് വരാൻ കഴിയുന്നില്ല. ഒരാള് കീഴ്പ്പെടുമ്പോ മറ്റേയാള് കീഴ്പ്പെടത്തില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. പരിശുദ്ധാത്മാവിനോട് ശക്തമായി ഇടപെടുന്നു. ഇന്ന് നീ ഈ ദൂതന്റെ മുമ്പിൽ കീഴ്പ്പെട്ട് ആരാണോ നിന്റെ ഭവനത്തിന്റെ അകത്ത്
ദൈവത്തിന്റെ വരുതിയിൽ വരാത്തത്, ദൈവിക നിയന്ത്രണത്തിൽ വരാത്തത്, ദൈവത്തിന് കീഴ്പ്പെടാത്തത്, അവരെ നിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് ഓർത്തെടുത്തിട്ട് നീ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ദൈവം എന്നോട് പറയുന്നു. ഈ വചനം ആ മേഖലയിൽ ചലിക്കാൻ പോവുകയാണ്. ഈ വചനത്തിന്റെ ശക്തിയ മേഖലയിൽ ഇറങ്ങാൻ പോവുകയാണ്. ഈ വചനത്തിന്റെ ശക്തിയ മേഖലയിൽ എന്നോട് പരിശുദ്ധാത്മാവിന്റെ ഇടപെടുകയാണ്. അന്തരീക്ഷത്തിൽ പൈശാചിക സ്വാധീനം ചില വ്യക്തികളുടെ കരങ്ങളിലെടുത്ത് ദൈവത്തിന്റെ വരുതിയിൽ നിന്ന്, ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പിന്നോട്ടപ്പലിക്കുന്ന പൈശാചികന്റെ സ്വാധീനം ഈ വചനത്തിന്റെ മുമ്പിൽ ഈ ആ വ്യക്തിയെ ഹൃദയത്തിലേക്ക് ഈ ആത്മാവിനോട് പ്രാർത്ഥിക്കാൻ ഭക്തമായി പ്രാർത്ഥിക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കേ, ആത്മാവിൽ പ്രാർത്ഥിക്കേ, ആത്മാവിൽ പ്രാർത്ഥിക്കേ. ആരാണോ ദൈവത്തിന്റെ വരിയിൽ വരാൻ നീ ആഗ്രഹിക്കുന്നത്, ആരാണോ ദൈവിക നിയോഗത്തിലേക്ക് വരാൻ നീ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയെ നീ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് നീ ആത്മാവിൽ പ്രാർത്ഥിക്കാം. ദൈവം എന്നെ നിയോഗിക്കും. ഇന്ന് ഈ ശുശ്രൂഷ വേളയിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ആ മേഖലയിൽ ദൈവകരം, ദൈവം ചലിപ്പിക്കാൻ പോവാണ്, ചലിപ്പിക്കാൻ പോവാണ് ദൈവം. എന്നോട് അങ്ങനെ പറയുന്നു. ആരാണോ നിന്റെ കുടുംബത്തിന്റെ അകത്തോ അല്ല ദൈവത്തിന്റെ വരുതിയിൽ വരാൻ നീ ആഗ്രഹിക്കുന്നത്, ആരെയാണോ പിശാചു വിടാതെ അവന്റെ സ്വാധീനത്തിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നത്, ആ വ്യക്തിയെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ദൈവാത്മാവ് നിയോഗിക്കുക. ഇന്ന് കീഴടങ്ങാത്ത ചില പൈശാചിക മണ്ഡലങ്ങൾ, ഇന്ന് കീഴടങ്ങാത്ത ചില വെല്ലുവിളികൾ, ഇന്ന് കീഴടങ്ങാത്ത ചില ആധിപത്യങ്ങൾ ഇതിന്റെ മുൻപിൽ കീഴടങ്ങാൻ പോകുന്നു. കീഴടങ്ങിയാലുള്ള ഗുണം എന്നറിയോ? ദൈവത്തിന് കീഴടങ്ങിയാലുള്ള ഗുണം എന്നറിയോ? അവൻ നമ്മളെ ശക്തിയിലും. അത് അടുത്ത വാക്യത്തിൽ എഴുതിയത്, ദൈവത്തിന് കീഴടങ്ങുമ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തി. രാമൻ പറഞ്ഞു, ബലവാനെ പിടിച്ച് കെട്ടണം. കെട്ടണമെങ്കിൽ ശക്തി. ആ വാക്ക് ശ്രദ്ധിച്ച് കേട്ടോണം. ബലവാനെ പിടിച്ച് കെട്ടണം, അല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് കോപ്പ് കവർന്നെടുക്കാൻ കഴിയത്തില്ല. അപ്പൊ ബലവാനായവനെ പിടിച്ച് കെട്ടണം എങ്കിൽ നമുക്കെന്ത് വേണം? ശക്തി വേണം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഫിലിപ്പിയർ 4:13? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും, രാമൻ പറഞ്ഞു, ആമേൻ പറഞ്ഞു, സമസ്ത മേഖലകളിലും ദൈവത്തിന് കീഴടങ്ങുന്നവരോട് ഫൈറ്റിംഗ് ഉണ്ടാവും. സമസ്ത മേഖലകളിലും ഉണ്ടാവും. സ്വത്രം. നീ എവിടെ പോയാലും നിന്റെ റൂട്ട് കണ്ടുപിടിച്ച് നിന്നോട് പോരാടാൻ ഒരു പൈശാചിക മേഖല. പക്ഷേ സകല മേഖലകളിലും എന്നോട് അതിൻ്റെതാകുന്ന വെല്ലുവിളി ഉണ്ടെങ്കിൽ പോലും എന്റെ പുറകിൽ എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. അതാരാന്നറിയാമോ? 1 തിമോത്തിയോസ് 1:12 അത് എഴുതിയിട്ടുണ്ട്. 1 തിമോത്തിയോസ് 1:12 അതിന്റെ ഉത്തരം കിടക്കുന്നുണ്ട്. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു മതി. ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയോ?
ഫിലിപ്പിയർ 4:13 പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി. സ്തോത്രം. എന്ന് വെച്ചാ പൈശാചിക മണ്ഡലങ്ങളോട് മാത്രമുള്ള ഒരു ഉത്തരമല്ലത്. കഷ്ടതയുടെ നടുവിലും വേദനകളുടെ നടുവിലും പട്ടിണിയുടെ നടുവിലും കയ്യേറ്റങ്ങളുടെ നടുവിലും ഉപദ്രവങ്ങളുടെ നടുവിലും ഏത് മേഖലയായിക്കൊള്ളട്ടെ, ഏത് മേഖലകളുടെ നടുവിലും ഈ ശക്തി എന്നെ നിർത്തും. മിണ്ടുന്നില്ല. ഒന്നുകൂടെ കയറി പറയാം. ഹല്ലേലൂയ. എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയ മനുഷ്യനാണ് പൗലോസ്. മരണ ഭയം ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മരണത്തെ മുഖാമുഖം കണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ നടുവിലെല്ലാം, ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, അതിന്റെ നടുവിലെല്ലാം പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും. അതാണ് 1 തിമോഥെയോസ് 1:12 നമ്മൾ വായിച്ചത്. എനിക്ക് ശക്തി നൽകുന്ന ക്രിസ്തുയേശു. ഒരാമേൻ പറഞ്ഞേ, ഒരാമേൻ പറഞ്ഞേ. നീ ക്രിസ്തുവിന് കീഴടങ്ങുമ്പോൾ നിന്റെ മേലൊരു ശക്തി ഇറങ്ങി വരും. നീ ക്രിസ്തുവിന് കീഴടങ്ങുമ്പോൾ നിന്റെ മേലൊരു ശക്തി വെളിപ്പെടും. ആ ശക്തി വേറെ ആരുടെ ശക്തിയല്ല, അത് ക്രിസ്തു യേശുവിന്റെ ശക്തിയാണ്. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഇടപെടുക. ഈ മീറ്റിംഗ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിന് കീഴടങ്ങുന്നവരുടെ മേൽ ഒരു ശക്തി വെളിപ്പെടും. ക്രിസ്തുവിൽ നിന്ന് കൈമാറുന്ന, ക്രിസ്തുവിൽ നിന്ന് പകരുന്ന, ക്രിസ്തുവിൽ നിന്ന് ഏൽക്കുന്ന, ക്രിസ്തുവിൽ നിന്ന് ഭാവിയുന്ന ഒരു ശക്തി ചില ശീലങ്ങൾ മാറട്ടെ, ചില കലാചാരം മാറട്ടെ, ചില വെല്ലുവിളികൾ മാറട്ടെ. ശക്തി പറ്റുകൊണ്ട് ക്രിസ്തുവിന്റെ ശക്തി ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നത് പൈശാചിക മണ്ഡലം തലവെക്കുമ്പോൾ മാത്രം വെളിപ്പെടുന്ന ശക്തിയെക്കുറിച്ചല്ല. ചില കെട്ടുകളെ പൊട്ടിക്കേണ്ട സമയത്ത് വെളിപ്പെടുന്ന ശക്തിയെക്കുറിച്ച് മാത്രമല്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പട്ടിണിയുടെ നേരത്തും, നിന്റെ നിന്ദയുടെ നേരത്തും, നിന്റെ കഷ്ടതയുടെ നേരത്തും, നിന്റെ ദാരിദ്ര്യത്തിന്റെ നേരത്തും, നിന്റെ നിന്ദയുടെ നേരത്തും, നിനക്കെതിരെ അടിച്ചുവിടുന്ന പരിഹാസങ്ങളുടെ നേരത്തും കടന്നു പോകാതെ നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ശക്തിയെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്.
വിശ്വസിച്ച് ആമേൻ പറ. കൃപ എന്നോട് പരിശുദ്ധാത്മാവ് കാണിക്കുക. പട്ടിണിയുടെ മുമ്പിൽ നീ തളരുന്നുണ്ട്, നിന്ദയുടെ മുമ്പിൽ നീ തളരുന്നുണ്ട്, പരിഹാസങ്ങളുടെ മുമ്പിൽ നീ തളരുന്നുണ്ട്, മനസ്സു മുറിവേൽപ്പിക്കുന്ന വാക്കുകളുടെ മുമ്പിൽ നീ തളരുന്നുണ്ട്. എന്നാ പൗലോസ് പറയുക, പൈശാചിക മേഖലകളെ മാത്രം കൈകാര്യം ചെയ്യുന്ന ശക്തിയല്ലോ നിന്റെ കഷ്ടതയുടെ നടുവിൽ നിന്റെ ജീവിതത്തിന്റെ കഷ്ടതയാണ്. സ്വത്രം അതാ പൗലോസിനെയൊക്കെ നിർത്തിയതാ. ദൈവത്തിന് കീഴടങ്ങി അവർ ജീവിച്ചപ്പോ അവരെയൊക്കെ നിർത്തിയതിതാ, അവരെയൊക്കെ നിർത്തിയതിതാ. ആമേൻ ആമേൻ. പട്ടിണി വന്നപ്പോഴും ദാരിദ്ര്യം വന്നപ്പോഴും കയ്യേറ്റവും ഉപദ്രവവും നിന്ദയും പരിഹാസവും കപ്പൽ ഛേദവും പ്രാണഭയവും ഇതെല്ലാം വന്നപ്പോൾ ഒന്നുകൂടെ പൗലോസിന്റെ ഭാഷ എടുത്തു പറഞ്ഞാൽ വെളിപ്പെട്ട വാളിന്റെ മുൻപിലല്ല പൗലോസ് നിന്നത് ഈ ശക്തിയാണ്. പൗലോസിനെ നിർത്തി ശക്തിയാണ്. നമ്മുടെ മേൽ പകർന്ന ക്രിസ്തുയേശുവിന്റെ ശക്തി. കാര്യം എന്നാന്നറിയാവോ? കീഴ്പ്പെട്ട ജീവിച്ചു. ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവന്റെ മേൽ ക്രിസ്തുവിന്റെ ശക്തി പകരും. ചേർന്ന രാമൻ പറ, ചേർന്ന രാമൻ പറ. കീഴടങ്ങുമ്പോ ശക്തി പകരും. ശക്തി ഏറ്റെടുക്കുന്നവനോടാ പറയുന്ന പിശാചിനോട് എതിർക്കണം, പിശാചിനോട് എതിർക്കണം. പിശാചിനോട് എന്ത് ചെയ്യണം? എതിർക്കണം. എബ്രായർ 11:34 വായിക്കുമ്പോൾ ഇങ്ങനെ അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. 34:11 മതി. ബലഹീനതയിൽ എന്ത് ചെയ്തു? ബലം ഇല്ലാത്ത സാഹചര്യങ്ങൾ, ജീവിതത്തിൽ ബലഹീനത ഉണ്ടായ സാഹചര്യം ദൈവം നിന്നെ ശക്തിപ്പെടുത്തും. രാമേ പറയണം, രാമേ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണേ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ദൈവത്തിന് നമ്മൾ കീഴടങ്ങുമ്പോൾ നമ്മുടെ മേൽ ദൈവത്തിന്റെ ശക്തിയുടെ പകർച്ച. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ വരുതിയിൽ വരിക, നിയന്ത്രണത്തിൽ വരിക. ദൈവത്തിന്റെ വരുതിയിലും നിയന്ത്രണത്തിലേക്കും വന്നു കഴിയുമ്പോൾ നമ്മുടെ മേൽ തന്റെ ശക്തിയെ അവൻ പകരും. അത് വെറും ശക്തിയല്ല, പിശാചിനോട് എതിർത്ത് നിൽക്കുക. കഷ്ടതകളുടെയും നിന്ദകളുടെയും അപമാനങ്ങളുടെ ഒക്കെ നടുവിൽ നിൽക്കാൻ ഈ ശക്തി നിനക്കൊരു തുണയായി. വന്നിച്ചിട്ടും ആക്ഷേപിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ നിൽക്കുന്ന എന്തുകൊണ്ടാ? ഈ ശക്തി വരും. ഉറപ്പുള്ളത്ര ഞാന് എന്നെ കുറിച്ച് പലവിധ കാര്യങ്ങൾ പറഞ്ഞത് ഒരുപാടൊന്നും കേട്ടിട്ടില്ല, കുറച്ചൊക്കെ കേട്ടിട്ടില്ല. ഡയറക്റ്റ് വന്നാരും പറഞ്ഞിട്ടില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ചെവി വരുന്നത്.
ഡയറക്റ്റ് വന്ന് പറഞ്ഞാൽ അതിന്റെ മറുപടി ഞാൻ കൊടുക്കും. ഡയറക്റ്റ് പറഞ്ഞാൽ അതിന്റെ മറുപടി കൊടുക്കും. അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവിടെ ഇവിടെ പറയും. അവിടെ ഇവിടെ പറഞ്ഞിട്ട് ചിലപ്പോ കറങ്ങി തിരിഞ്ഞ് അത് ഞാൻ അറിയും. അങ്ങനെ അറിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. സ്വത്രം ഒരുപാട് നന്മകൾ, ഒരുപാട് പരിഹാസം. സ്വത്രം ഹല്ലേലൂയ. ഞങ്ങള് ഇവിടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പായിട്ട് 7 മണിക്ക് പായിട്ട് ഡ്രം അടിച്ച് സ്വത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോ ഒരു ഫാമിലി ഇവിടെ ഉള്ള പറഞ്ഞു 7 മണിയാകുമ്പോ കൊട്ടും വേണം. 7 മണിയാകുമ്പോ കൊട്ടും വേളം എന്ത് ചെയ്യും? തുടങ്ങും. അത് പറഞ്ഞതൊരു പാസം ഫാമിലി. 7 മണിയാകുമ്പോ കൊട്ടും വേളവും ബഹളവും തുടങ്ങും. ഇവിടുന്ന് അങ്ങോട്ട് മാറിയതിനു ശേഷം ഇപ്പൊ കൊട്ടം കുറവാണ്. ഇന്നത്തെ കൊട്ടയുണ്ട്, ബാക്കിയെല്ലാം അവിടെ പോയ കൊട്ടം. ഞാൻ പറഞ്ഞു വന്നത് ഹല്ലേലൂയ, കൊട്ടും മേളമൊക്കെ ബഹളവും. അത് കേട്ടതിന്റെ അടുത്ത ദിവസം അത് കേട്ട് അതിന്റെ വരും ദിവസങ്ങളിൽ അന്നൊക്കെ ഡോളൊക്കെ കൊട്ട, അതുപോലത്തെ ഒരു ഡോള് മേടിച്ച് ട്രംപിന്റെ കൂടെ ഡോളും വെച്ചു. ട്രംപ് പൊട്ടിയപ്പം അത്രയും ബുദ്ധിമുട്ടാണ്. എന്നാൽ ഡോളോട് കൊണ്ടുവന്നു. അല്ലേ ഞാൻ ഡ്രം അടിക്കും, എന്റെ ബ്രദർ ഡോൾ അടിക്കും, പാട്ട് പാടി കൈ അടിക്കും, അടിച്ച് തകർക്കുക. സ്വത്രം ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? മറുവശത്ത് നിന്ന് വരുമ്പോ അതൊന്നും കേട്ട് നീ തളരും. നിന്നെ ഏൽപ്പിച്ച ദൈവശക്തി ഏറ്റെടുത്ത് നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്യണം. അതിന്റെ മുമ്പിൽ നീ തളർന്നു പോകും. ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ. സ്വത്രം ഇവിടെ മൈക്കില്ലാതെ പ്രസംഗിക്കാം. മൈക്കിന്റെ ആവശ്യമില്ല ഇവിടെ. സത്യത്തിൽ ഇവിടെ മൈക്കിന്റെ ആവശ്യമില്ല. മൈക്കില്ലാതെ പ്രസംഗിക്കുമ്പോഴാണ് സൂമിലുള്ളവർക്കും കേൾക്കാൻ ഒരു സുഖം. എനിക്കറിയാം, അവര് പിന്നെ പറയുന്നില്ലെന്നേ, സഹിച്ചെങ്കിരിക്കുക. മൈക്കില്ലാതെ പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്ന അവർക്ക് ഇഷ്ടം. ഇവിടെ മൈക്കിന്റെ ആവശ്യമില്ല, കാരണം ഇത്ര ഏരിയ ഉള്ളൂ. മൈക്കില്ലാതെ ഞാൻ പ്രസംഗിക്കാം. പക്ഷെ നിങ്ങളെ കേൾപ്പിക്കാനല്ല ഞാൻ മൈക്ക് വെച്ചു. കേൾക്കേണ്ട ചിലരൊക്കെ അതിനാ മൈക്കിലൂടെ പ്രശ്നം. മിണ്ടുന്നില്ല. കർത്താവ് അനുവദിച്ച ഇത് മാറ്റി ഒന്നുകൂടെ നല്ലൊരു സിസ്റ്റം മേടിക്കണമെന്നാണ്. ഒന്നുകൂടെ സൗണ്ട് വെച്ചിട്ട് ഒച്ചത്തിൽ നിങ്ങൾ മിണ്ടുന്നില്ല. നമ്മുടെ സഹോദരിമാരൊക്കെ പ്രാർത്ഥിച്ച് കർത്താവ് നന്മയൊക്കെ കൊടുത്ത് ജോലിക്ക് അവര് സ്പോൺസർ ചെയ്തോളൂ. എന്നെ നമ്മൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ചത്തെ പ്രയർ 100ാമത്തെ പ്രാർത്ഥനയാണ്. ഞാൻ ഈ കാലാവസ്ഥയൊന്ന് മാറിയിട്ട് ഒരു പ്രാർത്ഥന ഇവിടെ വെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 100ാമത്തെ പ്രയർ ഒരു മീറ്റിംഗ് ആയിട്ട് 99 രാത്രി പ്രാർത്ഥിച്ചു. സ്തോത്രം. 100ാമത്തെ പ്രാർത്ഥന പെൻഡിങ് നിൽക്കുക. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ദൈവം അവർക്ക് ദൈവം നന്മ കൊടുത്ത് മാനിക്കുമ്പോൾ അവര് ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം. ആദ്യം പിന്നെ കുറെ നോക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞത് ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി ബലഹീനതയിൽ നമ്മളെ ബലപ്പെടുത്തും. പക്ഷേ നമ്മൾ ദൈവത്തിന് കീഴടങ്ങണം. കാര്യം എന്നറിയാമോ? ശക്തമായ പ്രതികൂല സാഹചര്യങ്ങൾ നമുക്കെതിരെ അണിനിരക്കുന്നുണ്ട്. പത്രോസ് അതിനെ രേഖപ്പെടുത്തിക്കുന്നു. 1 പത്രോസ് 5:8 ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 5:8. 1 പത്രോസ് 5:8. ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു
എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുകയാണെന്ന്. മതി. രാമൻ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എന്നെ പെട്ടെന്ന് ദൂരിലേക്ക് മാറ്റി. നീ ദൈവത്തിന് കീഴ്പ്പെട്ടോണം. ഇന്ന് ഫലം നീ ദൈവശക്തി സ്വീകരിക്കണം. എന്നോട് ദൈവം പറയുന്നു, വിഴുങ്ങേണ്ടതിന് അലറുന്ന സിംഹം പോലെ ഒരു പ്രതിയോധി നിൽക്കുന്ന ആത്മാവ് കാണിച്ചു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ദൈവനെ കാണിച്ചിട്ടുണ്ട്. ദൈവനെ കാണിച്ചിട്ടുണ്ടത്. ഈ മീറ്റിംഗ് തീർന്ന് കഴിയുമ്പോൾ അതാരിൽ വെളിപ്പെടുമെന്ന് ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തി തരും. പക്ഷെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം, നിന്നെ വിഴുങ്ങി കളയാൻ അലറുന്ന സിംഹത്തിന് തുല്യമായി നിന്റെ പ്രതിയോടെ തലമുറക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ കീഴടങ്ങി ജീവിക്കുന്നവന്റെ മേൽ, ദൈവത്തിന്റെ നിയന്ത്രണ രേഖയിലുള്ളവന്റെ അതിനെ ജയിക്കുന്ന ഒരു ശക്തി ഇറങ്ങി ഇന്ന് ഭയങ്കര പ്രകർച്ച നടക്കുന്നതിനകത്ത് ഭാരതം ദൂരത്തും അവിടുത്തെ ചലിക്കുക, അവിടുത്തെ ചലിക്കുക, അവിടുത്തെ ചലിക്കുന്നു, വെളിപ്പെടുന്നു, ആ വിടുതൽ വെളിപ്പെടുന്നു. ദൈവമാണ് പറയുന്നത്. ആ ദൂത് വിടുതൽ, ആ ദൂത് വിടുതൽ ദൂത, ആ ദൂതിൽ ദൈവശക്തിയുടെ ദൂത, ആ ദൂതിൽ ദൈവശക്തിയുടെ ദൂത, ആ ദൂതിൽ ദൈവശക്തിയുടെ ദൂത. ആ നിയോഗം കിട്ടുന്നവർ പ്രാപിച്ചു, നിയോഗം കിട്ടുന്നവർ പ്രാപിച്ചു. നിന്നെ വിഴുങ്ങിക്കളയണം, നിന്റെ കുടുംബത്തെ വിഴുങ്ങിക്കളയണം. അലറുന്ന സിംഹം പോലെ, അലറുന്ന സിംഹം പോലെ, അലറുന്ന സിംഹം പോലെ ഒരു സൈന്യമില്ല, ഒരു പരിശ്രമിക്കുന്ന വിരാമത്തിലേക്ക് പരിശുദ്ധാത്മാവ് പ്രാപ്തമാക്കിയിരിക്കുന്നു. എന്റെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ ഭാഗങ്ങളിൽ അതിനെ ജയിക്കുന്ന, അതിനെ ജീവിക്കുക, അതിനെ ജീവിക്കുക ഒരു ശക്തി എന്ന ഭാഗങ്ങളിൽ ദൈവത്തെ തീരുമാനങ്ങളെ പരിശുദ്ധാത്മാവായിരിക്കും.
വിഴുങ്ങേണ്ടതിന് അലറിയോടി വന്നപ്പോ തിരുവെടുത്ത് പറയുന്നു, ശിംശോന്റെ മേൽ ആത്മാവ് വന്നു. ഒരാട്ടിൻകുട്ടിയെ വലിച്ചു കീറുന്ന ലാഘവത്തോടെ ശിംശോൻ അതിനെ വലിച്ചു കീറി. ശിംശോൻ അതിനെ വലിച്ചു കീറി. എന്നോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. നിനക്കെതിരെ അലറി വരുന്ന ചില പ്രതിയോഗിയെ വലിച്ചു കീറത്തക്കവണ്ണമുള്ള ഒരാത്മശക്തിയുടെ മണ്ഡലം അവിടെ നിന്ന് തീരത്തില്ല. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ, നീ ദൈവത്തിന് കീഴടങ്ങുമ്പോ ഒന്ന്, നീ ദൈവത്തിന്റെ വരുതിയിൽ വരും. പിന്നെ നിന്റെ മേൽ കർത്തൃത്വം നടത്തുന്നത് പിശാചല്ല, സ്വർഗമാണ്. തന്റെ നിയന്ത്രണത്തിലാവുന്നു. തന്റെ നിയന്ത്രണത്തിൽ വരുന്നവനെ ദൈവം തന്റെ ശക്തിയാൽ ശക്തീകരിക്കും. ദൈവം തന്റെ ശക്തിയാൽ ശക്തീകരിക്കുമ്പോൾ നിന്റെ പ്രതിയോഗിയെ നീ ചെയ്യും. ആ ദൂത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത് 8 നമ്മൾ വായിച്ചു, ദൈവത്തോട് അടുത്ത് ചെല്ലുന്നു. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് നിർത്തി വേഗത്തിൽ വരുന്നു. 8 വായിക്കാം. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. സങ്കീർത്തനം 73 27 28 ഒന്ന് വായിച്ചു. സങ്കീർത്തനം 73 27. ശ്രദ്ധിച്ചു കേട്ടോണേ, ചെവി തുറന്ന് കേൾക്കണം. ഇതാ നിന്നോടകന്നിരിക്കുന്നവർ നശിക്കും. അടുത്തത്, നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ എന്ന് വെച്ചാൽ നീ തട്ടിപ്പോകുന്നു. പണ്ടൊക്കെ യോജിച്ചാൻ അറിയാം, എന്റെ ശുശ്രൂഷ രീതി എങ്ങനെയാണെന്ന് പ്രിയ സഹോദരൻ അറിയാം. ഞങ്ങൾ പലയിടത്തും മീറ്റിങ്ങിന് പോകണം. ഞാൻ ഇന്നൊക്കെയാണ് അല്പം മയത്തി പറയുന്നത്. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ നേരത്തെ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് അറിയാം. എന്റെ കൂടെ ആ ശുശ്രൂഷയിൽ ചേർന്ന് നിന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാം. കുന്നംകുളത്ത് ഒരു പ്രാർത്ഥനയ്ക്ക് പോയപ്പോ
അവിടുത്തെ ആന്റിയോട് ദൈവം അറിയിച്ചു മൂല്യം ഇങ്ങനെ പറഞ്ഞു, ഇന്നൊരു വിഷയം കാണുന്നു ആന്റി, നിങ്ങൾ മരിക്കും. നിങ്ങൾ മരിക്കാൻ പോകും. അച്ഛനോട് പറഞ്ഞ പടുതയും കസേരയും ഒക്കെ അറേഞ്ച് ചെയ്തോളാം. അങ്ങനെ തോന്നുന്നു. നിങ്ങൾ മരിക്കാൻ പോവുക, അച്ഛനോട് പറ. അദ്ദേഹം സാക്ഷിയാണ്. ഞാൻ പറഞ്ഞ കള്ളമാണോ അല്ലെന്ന് അദ്ദേഹം. അച്ഛനോട് പറഞ്ഞു, അച്ഛാ നിങ്ങൾ പടുതയും കസേര ഇറക്കി വെച്ചോ, നിങ്ങളുടെ ഭാര്യ നിങ്ങൾ കിടന്നു മരിക്കാൻ പോകുന്നു. അന്ന് പാലക്കാടുള്ള ഒരു ബേബിച്ച പാസ്, പുള്ളി ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു വാക്ക്, പാസ് ഇങ്ങനെ പറയുന്നു, കുറച്ചൊക്കെ മയം. ഞാൻ പറഞ്ഞു ദൈവം അറിയിച്ചല്ലോ, അല്ലാതെ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആണ്. എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സ്വത്രം. പിന്നെ വേറൊരു ഗുണമുണ്ട്, മരിക്കുമെന്ന് ദൈവം കാണിച്ച് പറഞ്ഞിട്ട് അത് ഏറ്റെടുത്തില്ലേ മരിച്ചു. ഞാൻ അതുകൊണ്ട് ഇപ്പൊ പ്രാർത്ഥിക്കുക, കർത്താവ് മരണം മരണം കണ്ട് ദൂത് പറഞ്ഞ് അത് ഏറ്റെടുത്തില്ലെങ്കിൽ അത് സംഭവിക്കും. എനിക്കറിയാം ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഏറ്റെടുക്കാത്ത പലതും പെട്ടിക്കേറിയിട്ടുണ്ട്. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചവരെ തമ്പുരാൻ വിടുവിച്ചു. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ എന്നോട് സംസാരിക്കുന്നുണ്ട്, ഫ്രണ്ട്ലിയായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ശുശ്രൂഷ മേഖലകളിൽ കർശനമായി ഞാൻ നിന്ന ഒരു കാലഘട്ടമുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ഈ സാഡിസിസ്റ്റിനും അമ്മാമ്മയ്ക്കൊക്കെ അറിയാം. ആ കാലഘട്ടങ്ങളിൽ ഇവിടെ മീറ്റിങ്ങിന് വരുമ്പോൾ ഈ രീതിയൊന്നും അല്ല ആയിരുന്നോ? ഞാൻ ആ രീതി വിട്ടതിന്റെ ക്ഷീണം പല വിശ്വാസികൾക്ക് പോകുന്നു. നാളെ മുതൽ 21 ഉപവാസം. ഞാൻ 31-ാം തീയതി മുതൽ ഓഗസ്റ്റ് 20-ാം തീയതി വരെ ബുധനാഴ്ച 21 ദിവസം ഫാസ്റ്റിംഗ്. ഓർത്തപ്പോ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കാം, കർത്താവെ ആ പഴയ പ്രതാപത്തിലേക്ക് വരുത്താം. സ്തോത്രം, സ്തോത്രം. ദൈവത്തോട് അകന്നിരിക്കുന്നവർ നശിക്കും. ഞാൻ എന്നെയും കൂടെ പ്രതിക്കൂട്ടി കയറ്റിയാ പറയുന്നത്, അല്ല നിങ്ങളോട് മാത്രമുള്ള ദൂതല്ല, എന്നോടുള്ള ദൂത. ദൈവത്തെ മറന്നു കളയുന്നവർ, ദൈവത്തോട് അകന്നിരിക്കുന്നവർ നശിക്കും. ആമേൻ പറ. ദൈവത്തെ മറക്കുന്നവരെ ആരെങ്കിലും കേൾക്കുവാണ്? ഇതോർത്തുകൊള്ളുവിൻ, അവൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. വിജയപാസിന്റെ നമ്പർ എടുത്ത് കുത്തിയാ പോലും ദൈവം കണക്ട് ചെയ്യും. മനസ്സിലായില്ല? വിജയപാസിന്റെ നമ്പർ എടുത്തിട്ട് കുത്തി പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ പോലും തമ്പുരാൻ എന്ത് ചെയ്യത്തില്ല, കണക്ട് ചെയ്യിപ്പിക്കില്ല. ഓത്രം രണ്ടാമത് പറഞ്ഞപ്പോൾ അകത്തി. ദൈവത്തോട് അകന്നിരിക്കുന്നവർ നശിക്കും. അടുത്ത എന്താ സിസ്റ്ററെ വായിച്ചേ? അല്ല, അതിന് മേളി, നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും എന്ന് വെച്ചാൽ നീ പെട്ടി കയറുമെന്ന്. സ്തോത്രം. നിന്റെ പ്രാണം പോകുന്നു. സ്തോത്രം, സ്തോത്രം. ആത്മാവ് ഇടപെടുക. ദൈവത്തോടകന്നിരിക്കുന്ന മേഖലകളെ നമുക്കൊന്ന് പണിയാം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നോണ്ടല്ലേ അറിയിക്കുന്നു? ഇല്ലേ, അറിയിക്കാതെ ദൈവത്തിന് ഇത് ചെയ്യത്തില്ലേ? സ്നേഹിക്കുന്നോണ്ടല്ലേ അറിയിക്കുന്നേ? ഇന്ന് പകൽ നമുക്ക് കൊല്ലപ്പെടാം, പക്ഷെ അവിടെ കൊണ്ട് ആ ദൂത് തീർന്നില്ല.
അടുത്ത വാക്യത്തിൽ ദൂതിന്റെ വാക്യം എഴുതിയ, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നവരോട് ദൈവത്തിന് പറയാനുണ്ട്, അയ്യോ എനിക്ക് നല്ലത്. കണ്ടോ, സങ്കീർത്തനകാരൻ പറയാ, ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ്, ഞാനത് നിന്നോട് പറയുന്നു, ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇനി അതിനെ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല, ഇത് മനസ്സിലായി. നിനക്ക് നല്ലത് ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ്. അടുത്ത വാക്യം, നിന്റെ സകല പ്രവർത്തികളെയും വർണ്ണിക്കേണ്ടതിന് യഹോവയായ കർത്താവിന്. ഓരാമേ പറഞ്ഞു. അപ്പൊ ദൈവത്തോടകന്നിരിക്കുന്നവന് ഒരു സംഹാരകനായി ദൈവം നിൽക്കുമ്പോൾ, ദൈവത്തോട് അടുത്തു നിൽക്കുന്നവന് ദൈവം ഒരു സങ്കേതമാണ്. ഒരാമേ ചേർന്ന് പറയണം, ഒരാമേ ചേർന്ന് പറയണം. സങ്കേത നഗരങ്ങളെന്ന് വിശുദ്ധ ബൈബിളിൽ വിശേഷിപ്പിക്കുന്ന നഗരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം, ആരെങ്കിലും പ്രാണഭയത്തോടെ ഓടി വരുമ്പോൾ അവൻ ഈ സങ്കേത നഗരത്തിൽ കയറിയാൽ അവന്റെ പ്രാണൻ സംരക്ഷിക്കപ്പെടും. ഒരാമേ പറഞ്ഞേ, ഒരാമേ പറഞ്ഞേ. ഹല്ലേലൂയ. നീ തകർന്നു പോകേണ്ട പലയിടത്തും നിന്റെ പ്രാണം നഷ്ടപ്പെട്ടു പോകാഞ്ഞതും, അനർത്ഥം വ്യസനകാരകമായി തീരാഞ്ഞതും, അനർത്ഥം വ്യസനകാരകമായി തീരാഞ്ഞതും നിന്റെ കഴിവല്ല, നിന്റെ വീടല്ലോ, ദൈവം നിനക്ക് സങ്കേതം ആയിരുന്നത് കൊണ്ടാണ് ഇനിയും മുൻപോട്ട് അവർ നിനക്ക് സങ്കേതം ആകേണ്ടതിന് നീ അവരോട് അടുത്തിരിക്കണം. രണ്ട് ദിനവൃത്താന്തം 14-ാം അധ്യായം പടി, 15-ാം അധ്യായം പടി. നിങ്ങൾ വായിക്കണ്ട, എന്നെ ശ്രദ്ധിച്ചിരുന്നു. അബിയാവ് മരിച്ചതിന് ശേഷം ആ രാജകീയ പദവിയിലേക്ക് തന്റെ മകൻ ആസ എത്തി. സ്തോത്രം. ആ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ ഏകദേശം 41 വർഷം അദ്ദേഹം ഭരണ നേതൃത്വം കൈകാര്യം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്, യഹൂദായെ ഭരിച്ച ഒരു നല്ല രാജാവിൽ ഒരുവനായിരുന്നു. നമ്മുടെ വിഷയം മറക്കല്ലേ, രണ്ടാമത്തെ വിഷയത്തിൽ നിൽക്കുന്ന ദൈവത്തോട് അടുത്ത് നിൽക്കണം. ദൈവത്തോട് അകന്നു നിന്ന രാജ്യത്തെ ദൈവത്തോട് അടുപ്പിച്ചവനാണ്. രാമൻ പറഞ്ഞേ, ആമേൻ, ആമേൻ. 14:2 ദിനവൃത്താന്തം 14:2 പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോ, നോക്കണ്ട. ദൈവത്തിന് പ്രസാദമുള്ളതും ദൈവത്തിന് ഹിതമുള്ളതും അവൻ ചെയ്തു. ഈ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവന്റെ ഒരു ഗുണമാണ്. ദൈവത്തോടെ അടുത്ത് നിൽക്കുന്നവന്റെ ഒരു ഗുണമാണ്, അവൻ ചെയ്യുന്നത് ദൈവത്തിന് ഹിതമുള്ളതും ദൈവത്തിന് പ്രസാദമുള്ളതുമായി. നിങ്ങളുടെ സ്വതന്ത്രം എല്ലാം. അപ്പൊ ഈ ദൂത് കിടക്കണം, മാറ്റവും. സ്വതന്ത്രം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ അവരെപ്പോഴും ദൈവഹിതത്തിന് വില കൊടുക്കും. കൂടാതെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യും.
അവിടെ വചനം വായിക്കുമ്പോ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ആസ തന്റെ രാജകീയ ഭരണത്തിന്റെ സീറ്റിൽ കയറിയപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് അന്യദേവന്മാരുടെ വിഗ്രഹങ്ങളെ രാജ്യത്തിൽ നിന്ന് തുടച്ചു കളഞ്ഞു. രാമേ പറഞ്ഞു, പൂജാഗ്രഹികളെ എന്ത് ചെയ്തു? തുടച്ചു കളഞ്ഞു, മാറ്റി. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ വായിക്കുമ്പോ 2-3 കാര്യം പറയുന്നുണ്ട്. അന്യദേവന്മാരുടെ വിഗ്രഹം, ഒന്നതാ അന്യദേവന്മാരുടെ വിഗ്രഹം. 2 പൂജാഗിരികൾ. 3 പറയുന്നുണ്ട് സ്തംഭ വിഗ്രഹങ്ങൾ. ശ്രദ്ധിച്ച് കേൾക്കണേ. അന്യ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ, പൂജാഗിരികൾ, സ്തംഭങ്ങളുടെ വിഗ്രഹങ്ങൾ, അശേര പ്രതിഷ്ഠ. കണ്ടോ? രാജ്യത്തിൽ ഒന്നടങ്കം പൈശാചികന്റെ സ്വാധീന വലയത്തിലായിരുന്നപ്പോൾ ദൈവത്തോട് അടുത്തു നിൽക്കുന്നവൻ രാജഭരണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, അവൻ ആദ്യം ചെയ്തത് ദൈവത്തിന് ഹിതമില്ലാത്തതിനെ നീക്കം. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയാ, നീ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ദൈവഹിതമില്ലാത്തതിനെ നമുക്ക് നീക്കം കഴിയുമോ? ദൈവഹിതമില്ലാത്തതിനെ നമുക്ക് ഉടച്ചു കളയാം. ദൈവഹിതമില്ലാത്തതിനെ നമുക്ക് വെട്ടിക്കളയാം. ആസ ദൈവത്തിന് പ്രസാദമുള്ളതും ദൈവത്തിന് ഹിതമുള്ളതും ചേർന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഇപ്പൊ എവിടെയാ? ദൈവത്തോടടുത്ത. ഇപ്പൊ എവിടെയാ? ദൈവത്തോട്. ശത്രു എഴുതുന്നു, വചനം എഴുതുന്നു, കൂശ്യനായ സേരഹ് ജനത്തിനെതിരെ യുദ്ധം തീരുമാനിച്ചു. യുദ്ധം വായിച്ചിട്ടുണ്ടോ ഈ ഭാഗം? വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. 2 കോരിന്ത്യർ 14-15 അധ്യായം. ഹല്ലേലൂയ. എന്ത് ചെയ്തു? യുദ്ധം. അവിടെ ചരിത്രം, അല്ലെങ്കിൽ നമ്മളുടെ ഭാഗം വായിക്കുന്ന ഉടനെ അവിടെ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ശത്രുപക്ഷം ആർജവത്തോടെ ശക്തിയോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശക്തമായി എഴുന്നേറ്റിരിക്കുക. 300ഓളം രഥങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. 300ഓളം രഥങ്ങളുണ്ട്. 300ഓളം രഥങ്ങൾ. ആഴമേറിയ ശത്രു ശക്തി. അവർക്കുള്ളതിന്റെ പകുതിയെ ആസയ്ക്കും. രാജ്യത്ത് ശത്രുവിനുള്ളതിന്റെ നേർപകുതി. സ്തോത്രം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവാം. നിങ്ങൾ ആ ഭാഗം വീട്ടിൽ ചെന്ന് വായിച്ചോണം. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ ഒരു യുദ്ധ ശ്രുതി വെളിപ്പെട്ടു. ദൈവത്തോട് അടുത്ത് ചേർന്ന് നിന്നവൻ. യുദ്ധത്തിന് കൂശ്യനായ സേരഹിന്റെ സൈന്യ വ്യൂഹം അവരെ തകർത്തുകളയാൻ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന സമയത്ത് അവരെ ആയുധങ്ങൾ കൊണ്ട് ജയിക്കാൻ കഴിയത്തില്ല. അവരെ സൈന്യബലം കൊണ്ടും ജയിക്കാൻ കഴിയത്തില്ല. കാരണം ഇവർക്കുള്ളതിന്റെ ഇരട്ടി ശക്തി അവർക്കുണ്ട്. 10 പേര് ഇവിടെ നിന്ന് അങ്ങോട്ടടിച്ചാൽ 100 പേര് അവിടെ നിന്ന് ഇങ്ങോട്ടടിച്ചാൽ എങ്ങനെ അടിച്ചെന്ന് പറഞ്ഞാലും 100 പേര് നിൽക്കുന്ന സൈഡ് ജയിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവർ. ശത്രു ഇവർക്കെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന സമയത്ത്
ദൈവത്തോട് അടുത്തു ചേർന്ന് നിൽക്കുന്നവൻ ഒരു കാര്യം മനസ്സിലായി, ഇത് ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല. കൂശനായ സേരഹിനെ തകർത്തുകളയത്തക്കവണ്ണം ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തോട് അടുത്തു ചേർന്ന് നിൽക്കുന്നവൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ദൈവമേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ, പിടിവിപ്പാൻ നീയല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് വേണ്ടി ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് അടുത്തു ചേർന്ന് നിനക്കെതിരെ ശത്രു എത്ര അതിന്റെ നടുവിൽ നിന്നെ സഹായിക്കാൻ, നിന്നെ വിടുവിക്കാൻ ഒരു സ്വർഗ്ഗം ഉയർത്തിയാണ് അവൻ നിനക്ക് എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേരത് വിശ്വസിക്കുന്നു? അവരെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങളുടെ സൈന്യ വ്യൂഹത്തെക്കാട്ടിലും ഇരട്ടിലും അവർക്കുണ്ട്. അവരെ ജയിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. അത് വ്യക്തമായിട്ട് ആശയ്ക്കറിയാം. പക്ഷെ തമ്പുരാനോട് ചേർന്ന് നിന്നതുകൊണ്ട് അവൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ വിടുവിപ്പാൻ, രക്ഷിപ്പാൻ, സഹായിപ്പാൻ നീയല്ലാതെ ആരുമില്ല. ആ ഭാഗങ്ങൾ താഴോട്ട് പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവമാ ശത്രുവിനെ ഓടിച്ചു. ആ ദൂതനെ എത്ര പേര് ഏറ്റെടുക്കും? ആ ദൂതനെ എത്ര പേര് ഏറ്റെടുക്കും? ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന, നിനക്കെതിരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില സേനകളുടെ വ്യാപാരങ്ങൾ, ചില സേനകളുടെ ശക്തികൾ ദൈവശക്തി ഏറ്റെടുക്കുമ്പോൾ, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിന്നെ വിട്ടു. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു. ആ ജയം ചിലരുടെ ജീവിതത്തിൽ ഇന്ന് വന്ന് നടക്കുന്നു. പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും. രാജനന്ദിന്റെ അകത്ത് നിയോഗം തനിക്ക് പ്രാർത്ഥിക്കാം, ശക്തമായി പ്രാർത്ഥിക്കാം, ആത്മനിയോഗത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് ചിലർക്കെതിരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില കൂശ്യനായ സേനയുടെ വ്യാപാരം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു കാഴ്ച ആത്മാവെ കണ്ട് പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ ശക്തമായി പ്രാർത്ഥിച്ച്, ശക്തമായി പ്രാർത്ഥിച്ച് നിനക്കെതിരെ ശത്രു പ്രബലനാണെങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്ന ദിവസം വരുന്നു.
ശത്രു ഓരോ അധികാരി വരും. നിങ്ങൾക്ക് അതിന്റെ മഹത്വം അറിയാവൂ. ആശയുടെ പ്രാർത്ഥനയിൽ വെളിപ്പെട്ട മഹത്വം നിങ്ങൾക്കറിയാമോ? ആശയുടെ പ്രാർത്ഥനയിൽ വെളിപ്പെട്ട മഹത്വം നിങ്ങൾക്കറിയാമോ? ശത്രുവിനെ ഓടിക്കുക മാത്രമല്ല, ശ്രദ്ധിച്ചു കേട്ടെ, ശത്രുവിനെ ഓടിക്കുക മാത്രമല്ല ചെയ്തത്. ചരിത്രം പഠിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവരുടെ പരാജയം കഠിനമായതിനാൽ, അവരുടെ പരാജയം കഠിനമായതിനാൽ വീണ്ടും അവരുടെ ബലം ആർജിച്ച് എടുക്കാൻ കഴിയാതെ വണ്ണം 300 വർഷത്തോളം പിന്നെ ശക്തി എഴുന്നേറ്റിട്ടുണ്ട്. വെളിപ്പാട് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് വെളിപ്പാട് മനസ്സിലാകുന്നുണ്ട്? ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ രക്ഷിപ്പാൻ ദൈവമേ അങ്ങല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുടെ മുമ്പിൽ നടന്ന വിടുതലിനെ ചെറുതായി കാണരുത്. ശത്രു ഓടിപ്പോയത് മാത്രമല്ല, ആ വിടുതലിന്റെ ജയമെന്ന് പറയുന്നത് നീണ്ട 300 വർഷത്തേക്ക് അവരുടെ ശക്തിയെ വീണ്ടും പ്രബലപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ അവരുടെ സകല ആർജവും നഷ്ടപ്പെട്ട്, ഹല്ലേലൂയ, പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ പത്തി വിടർത്തുന്ന പാമ്പിന്റെ പത്തി നോക്കി അടിക്കുന്നത് പോലെ എന്റെ സ്വർഗത്തിലെ ദൈവം ജനത്തിനും ജയം നൽകുമെങ്കിൽ ആത്മാവിൽ ഇടപെടുക. വെളിപ്പെടുത്ത ജയം, 15 വർഷങ്ങളിൽ വെളിപ്പെടുന്ന ജയം ഒരു അസാധാരണ ജയമാണ്, ഒരു അസാധാരണ ജയമാണ്, ഒരു അസാധാരണ ജയമാണ്. വീണ്ടും
ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച്, എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച്, എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് എല്ലാവരും പറഞ്ഞിട്ട് എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. വെളിപ്പെടുത്തിക്കുക, വെളിപ്പെടുത്തിക്കെതിരെ പലവർക്കെതിരെ ചില പൈശാചിക മണ്ഡലങ്ങൾ ഈ കുടുംബത്തിന്റെ ബലം ആർജിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ തമ്പുരാന്റെ കരം ആഴമായി ആഴ്ചിക്കുന്നു. ഭാരത ദൂരത്തിൽ എല്ലാവരും കാണുന്നു. നിന്റെ കൂടെ ദൈവമുണ്ട്, നിന്റെ കൂടെ സ്വർഗമുണ്ട്, നിന്റെ കൂടെ സ്വർഗമുണ്ട്. നീ കാണിച്ചില്ല, നീ ഏകല്ല, നീ ഏകല്ല, നിന്റെ കൂടെ സ്വർഗം.